വെൽക്കം ടു എജുബി, ഞാൻ ആശ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെയിൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞു, ട്രെയിൻസ് കഴിഞ്ഞു, ബോട്ട് ആൻഡ് സ്ട്രീംസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h crosses a platform in 18 seconds. Both the train and the platform having equal length. Then find the time taken by the train to cross an electric pole. ഓക്കെ, ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിൻ്റെ സ്പീഡ് 60 km/h ആണ്. അതിന് 18 സെക്കൻഡ് കൊണ്ടാണ് ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് സെയിം ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രെയിനിന് ഒരു പോളിന് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്തും എൽ ആണ്. ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്താണ്? സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ ടു ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആണ്. ആ 2L ഡിസ്റ്റൻസ് വെച്ച് 18 സെക്കൻഡ് കൊണ്ടാണ് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്തത്. ദെൻ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ദ ഗിവൺ ഒബ്ജക്റ്റ്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് 60 ആണ് തന്നിട്ടുണ്ട്. km/h ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, മീറ്റർ/ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ 18 സെക്കൻഡ് നമ്മൾ ലെങ്ത്തും എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്? മീറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു, ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു. നമുക്ക് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആൻഡ് ആസ് വെൽ ആസ് പ്ലാറ്റ്ഫോം ഈക്വൽ ടു 150 meters എന്ന് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 150 ലെങ്ത് ഉള്ള ട്രെയിനിന് ഒരു പോളിനെ ക്രോസ് ചെയ്യാൻ എത്ര സമയം വേണം? 150 ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ 60 km/h. ഇത് മീറ്റർ ആണ്. km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് 5/18. ഓക്കെ, ദെൻ 150 into 18 ഡിവൈഡ് ബൈ 60 into 5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 30. ഓക്കെ, ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 2 times. ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 9 seconds റിക്വയർഡ് ബൈ ദ ട്രെയിൻ ടു ക്രോസ് ആൻ ഇലക്ട്രിക് പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വന്നിരിക്കുന്നത്? ഓപ്ഷൻ ബി 9 seconds ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന. ട്രെയിനിൽ നിന്നൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 180-meter long train crosses another 270-meter long train running in the opposite direction in 10.8 seconds. If the shorter train crosses a pole in 12 seconds, then what is the speed of the longer train? ഓക്കെ, അപ്പം ആ ഒരു ലോങ്ങർ ട്രെയിനിൻ്റെ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് ദ ലോങ്ങർ ട്രെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 180 meter ഉള്ള ട്രെയിൻ 270 meter ഉള്ള മറ്റൊരു ട്രെയിനെ ക്രോസ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് എന്നും പറയുന്നുണ്ട്. 10.8 സെക്കൻഡ് കൊണ്ടാണ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ട്രെയിനുകൾ പരസ്പരം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്രോസ് ചെയ്യുവാണെങ്കിൽ റിലേറ്റീവ് സ്പീഡാണ്. റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് ഈക്വൽ ടു 270 + 180 ഡിവൈഡ് ബൈ 10.8 എന്ന് കൊടുക്കുന്നു. അതായത് 8 × 7 = 15, 1 ശിഷ്ടം 2 + 1 3 + 1 4/10.8. 9 വെച്ച് കട്ട് ചെയ്യുന്നു. 50 ഇവിടെയാണെങ്കിൽ 1 times 0.2 എന്ന് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ 500/12 എന്ന് എടുക്കാം. ഞാൻ ഈ പോയിന്റ് കളയാനായിട്ട് മുകളിലും താഴെയും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ 0 കൊണ്ട് കട്ട് ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഞാൻ 4 വെച്ച് കട്ട് ചെയ്യുവാണ്. 4 വെച്ച് കട്ട് ചെയ്താൽ 3 times, 1 times, 2 times, 5 times. 125/3 ആണ് എന്തെന്ന് പറയുന്നത്? S1 + S2 എന്ന് പറയുന്നത് 125/3 meter/second ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ ഷോർട്ടർ ട്രെയിൻ ക്രോസസ്. ഷോർട്ടർ ട്രെയിൻ എന്ന് പറയുമ്പോൾ 180 meter ലെങ്ത് ഉള്ള ട്രെയിൻ ക്രോസസ് എ പോൾ ഇൻ 12 seconds. ഓക്കെ, അപ്പം സ്പീഡ് ഓഫ് ഷോർട്ടർ ട്രെയിൻ 180 ഡിവൈഡ് ബൈ 12 1 times 5 times meter/second. ഓക്കെ, then find the speed of the longer train. ഓക്കെ, അപ്പം നമുക്ക് S1 + S2 വാല്യൂ ഉണ്ടല്ലേ. ഓക്കെ, അപ്പം S1 ഞാൻ 50 കൊടുക്കുന്നു. S2 എനിക്ക് അറിയത്തില്ല, which is equal to 125/3. അപ്പോൾ S2 is equal to 125/3 minus 15. That is equal to 125 minus 45/3 എന്ന് വരുന്നു. ഓക്കെ, which is equal to
80/3 എന്ന് വരുന്നത് അല്ലേ? 80/3 ആണ്. അത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മുടെ ആൻസേഴ്സ് എല്ലാം കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു കിലോമീറ്റർ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ഇത് ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 6 വട്ടം, ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 1 ടൈംസ് 30ൽ 16 ടൈംസ് 16 × 6 96 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ആ ഒരു റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ 2 ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? 96 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Train A traveling at 52 km/h crosses another train B having 3/4 of its length and traveling in opposite direction at 38 km/h in 14 seconds. Okay, if train A passed a railway platform in 36 seconds, then find the length of the platform. Okay, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ആൾക്കാരുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. എയുടെ സ്പീഡ് 52 ആണ്, ബിയുടെ സ്പീഡ് 38 കിലോമീറ്റർ പെർ അവർ ആണ്. 2 പേരുടെ സ്പീഡ് തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ഓഫ് ബി ഈസ് 3/4 ഓഫ് ദ ലെങ്ത് ഓഫ് എ എന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് എ ഈസ് 2, ലെങ്ത് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? B/A ഈസ് ഈക്വൽ ടു 3/4. ഓക്കെ, ഇത് 4 എന്നും ഇത് 3 എന്നും വരും. ഓക്കെ, ഇനി ഇവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52 + 38 ഇൻറ്റു ഇത് കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് 5/18. ടോട്ടൽ റിലേറ്റീവ് സ്പീഡ് S1 + S2 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 7x 4x + 3x ടോട്ടൽ ലെങ്ത് ഓഫ് A + ലെങ്ത് ഓഫ് B 7x ഡിവൈഡ് ബൈ എന്താണ്? 14 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ദെൻ ഇതും കട്ട് ചെയ്യുന്നു 2 ടൈംസ്, ഇതും കട്ട് ചെയ്യുന്നു 9 ടൈംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെയ്തെടുക്കുമ്പോൾ ഇത് 0 5 3 8 9 ഇൻറ്റു 50. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നാണ് വന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 50 എന്നാണ് വന്നത്. ഓക്കെ, ദെൻ എയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തോ വരും? 4 × 50. ബിയുടെ ലെങ്ത് ആണെങ്കിൽ 3 × 50. ഓക്കെ, അപ്പോൾ എയുടെ ലെങ്ത് 200 ആണ്. നമുക്ക് എയുടെ ലെങ്ത് ആണ് വേണ്ടത്. കാര്യം എ എന്ന് പറയുന്ന ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാൻ 36 സെക്കൻഡ്സ് സമയം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് എയുടെ 52 × 5/18 സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എയുടെ ലെങ്ത് 200 പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. ഇതും കട്ട് ചെയ്യുന്നു 2 ടൈംസ്. ദെൻ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 5 × 2 10 5 × 5 260 260 × 2 ഈക്വൽ ടു 200 പ്ലസ് പി എന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 460 52 km/h 52 × 5 2 10 5 25 26. ഓക്കെ, ഇൻറ്റു ഓക്കെ അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത് 460 അല്ല, മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ വരുന്നത്? 26 × 2 52 520 ഈക്വൽ ടു 200 പ്ലസ് പി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് 20 പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് പി ഈസ് ഈക്വൽ ടു 520 മൈനസ് 200 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്? 320 കിലോമീറ്റേഴ്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 320 മീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ലെങ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. ലെങ്ത് എന്ന് പറയുമ്പോൾ 2 ആൾക്കാരുടെയും ലെങ്ത് നമ്മളങ്ങ് കണ്ടുപിടിക്കുകയാണ് ആദ്യമേ നമ്മൾ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് രണ്ടാമത്തെ സിറ്റുവേഷനിൽ എടുത്തിട്ട് കൊടുത്തത്. കാരണം എ എന്ന് പറയുന്ന ആൾ ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രെയിൻ ആൻഡ് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മുടെ ആൻസർ 320 മീറ്റർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The distance between 2 stations are 800 km. One train starts at 5 a.m. from A with 60 km/h. Another train starts at 7 a.m. from B at 110 km/h.
വെൻ വിൽ ദേ മീറ്റ്. ഓക്കെ, ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന ട്രെയിനിൻ്റെ ഒരു പ്രോബ്ലമാണ് കേട്ടോ. ഓക്കെ, അപ്പം 2 സ്റ്റേഷൻ എത്ര കിലോമീറ്റർ അപ്പാർട്ടാണെന്ന് പറയുന്നു? 800 കിലോമീറ്റർ അകലെയാണ് 2 സ്റ്റേഷൻ. One train starts at 5 AM from A എന്ന് പറയുന്ന സ്റ്റേഷനിൽ with a speed of 60 km/h. Another train starts at 7 AM from B at 110 km/h. Okay, ഇനി അവൻ എന്ത് ചെയ്തു? എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഏത് സമയത്ത് മീറ്റ് ചെയ്യുന്ന ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുവാണെങ്കിൽ നമുക്കറിയാം മീറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് കൊടുത്താൽ മതി. പക്ഷേ ഈ കേസിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ റിലേറ്റീവ് സ്പീഡ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? സെയിം ടൈം അല്ല, അതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സെയിം ടൈം ആണെങ്കിൽ മാത്രമേ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡിന്റെ കൺസെപ്റ്റ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാമായിരുന്നു. 800/60 + 110 ചെയ്താൽ മതി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയില്ലേ? അപ്പോൾ ഒരു ബുദ്ധിമുട്ടും കരുതണ്ട, ആ 2 പേരെ സമയം അങ്ങ് തുല്യമാക്കിയാൽ മതി. 7 മണിക്ക് ഇറങ്ങിയ ആളിനോട് പറയാൻ പറ്റുമോ നീ 5 മണിക്ക് ഇറങ്ങാൻ? ഒരിക്കലും ഇല്ല. പക്ഷെ 5 മണിക്ക് ഇറങ്ങിയ ആളിനോട് എനിക്ക് പറയാം അപ്പോൾ 7 മണിക്ക് എവിടെ എത്തും. ഓക്കെ, അപ്പം 7 മണിയാവുമ്പോൾ 5 മണിക്ക് ഇറങ്ങിയ ആൾ ഈ ഒരു പോയിന്റിൽ എത്തും. ഓക്കെ, 1 മണിക്കൂറിൽ 60 കിലോമീറ്ററാണ് 5 മണിക്ക് ഇറങ്ങിയ ആൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം 5 മണി മുതൽ 7 മണി വരെയുള്ള 2 അവേഴ്സിൽ എത്ര കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും? 60 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി, 60 × 2 കിലോമീറ്റേഴ്സ് 120 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇവിടം തൊട്ട് ഇവിടം വരാം. ആ എന്ന് വന്ന ട്രെയിൻ 120 കിലോമീറ്റർ കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ന് വരുന്ന ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിൽക്കുവാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് ഇവിടേക്ക് വരണം, അതുപോലെ ബിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. അപ്പം എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യും. ഓക്കെ, ആ മീറ്റിംഗ് ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവ 7 മണിയാണ്, ഇവനും 7 മണിയാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് എ സ്പീഡ് ഓഫ് 60 ആണ്, അവിടെ 110 ആണ്. പക്ഷെ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയായി? കുറഞ്ഞിരിക്കുന്നു. 800 - 120. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയായിട്ട് മാറും? 800-ൽ നിന്നും 100 കുറച്ച് കഴിഞ്ഞാൽ 700, 700-ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 680. ഓക്കെ, അപ്പോൾ നമുക്ക് മീറ്റിംഗ് ടൈം ഈസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മീറ്റിംഗ് ടൈം ഈസ് ഈക്വൽ ടു 680 ഡിവൈഡ് ബൈ 60 + 110. ഈ 60 + 110 എന്താ വന്നേ? റിലേറ്റീവ് സ്പീഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, then which is equal to 680 divided by 170. സീറോസും വെട്ടിപ്പോകുന്നു. 4 hours കഴിയുമ്പോൾ അവർ മീറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതായത് 7 മണി കഴിഞ്ഞ് 4 മണിക്കൂർ, 8, 9, 10, 11 മണിക്ക് 11 PM അവർ കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 11 PM അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് മാറിയതാണ്, AM ആണ് കേട്ടോ. 11 മണിക്ക് 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, രാവിലെ 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് പിന്നെ കൂട്ടുമ്പോൾ 5 മണിയോടുകൂടി 4 മണി കൂട്ടരുത്. 7 മണി കഴിഞ്ഞ് 4 മണിക്കൂർ കഴിയുമ്പോൾ അവർ കണ്ടുമുട്ടും. ഇപ്പോൾ നമ്മുടെ ആൻസർ ശരിക്കും പറഞ്ഞാൽ നൺ ഓഫ് ദീസ് ആണ് വരാനുള്ളത്, കാരണം അവിടെ എല്ലാം PM ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ എന്താ വന്നിരിക്കുന്നത് നോക്കാം. 11 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ ഒന്ന് മിസ്റ്റേക്ക് വെച്ചാണ് AM കേട്ടോ കാണുന്നത്. 11 AM അവർ മീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 trains X and Y at the same time in opposite direction from 2 points P and Q arrives their destination 36 minutes and 25 hours respectively after meeting each other. What is the speed does the second train Y travels if the first train travels 80 km/h? Okay, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം പാറ്റേൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരാൾ മീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആള് 36 hours സെക്കൻഡ് ആള് 25 hours എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് S1/S2 √ T2/T1 ആണ്. ഓക്കെ, അപ്പം നമുക്ക് T2 എന്ന് പറയുന്നത് 25/36 ആണ്. √25 അതായത് 5/6 എന്ന് വരും. ഓക്കെ, at the speed does the second train Y travels
at what speed second train Y travels if the first train travels 80 km/h. ഓക്കെ, അപ്പോൾ S1 എനിക്ക് 80 ആണ് തന്നിട്ടുണ്ട്, S2 ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 80/S2 എന്ന് പറയുന്നത് 5/6 ആണ്. ദെൻ 5:80 ആണ് എങ്കിൽ 6 എത്ര എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റു 60 നമുക്ക് എന്താ വരുന്നത്? 96 km/h. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല. ഈ ഒരു വാല്യൂസ് കഴിഞ്ഞ് ആഫ്റ്റർ ദെയർ മീറ്റിംഗ് ഈച്ച് അതർ എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. വളരെ ഈസി ആയിട്ട് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി നമുക്ക് എന്താ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി 96 km/h ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A train express A leaves Delhi at 5 AM and reaches Mumbai at 9 AM. ഓക്കെ, ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് 5 മണിക്ക് ട്രാവൽ ചെയ്ത് 9 മണിക്കാണ് എത്തിയത്. അതായത് 4 hours ജേർണി. ഓക്കെ, ദെൻ another train express B leaves Mumbai at 7 AM and reaches Delhi at 10:30 AM. Okay, അപ്പം 3.5 hours മൊത്തത്തിൽ ട്രാവൽ ചെയ്യാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരാൾ ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നു, 4 hours. അടുത്ത ആൾ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നു, 3.5 hours ടൈമുമാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് ടൈം ഡു ദേ ക്രോസ് ഈച്ച് അതർ ആഫ്റ്റർ 7 AM? 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എപ്പോൾ മീറ്റ് ചെയ്യും എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്. നേരത്തെ ആണെങ്കിൽ അവർ സ്പീഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തില്ല, നമുക്ക് സ്പീഡൊന്നും തന്നിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഡൽഹിയിൽ നിന്ന് ഡൽഹി ടു മുംബൈയിലേക്കുള്ള ടൈമും മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് ടോട്ടലായിട്ട് വരുന്ന ടൈമുമാണ് നമ്മുടെ തന്നിരിക്കുന്നത്. 4 മണിക്കൂർ 3.5 മണിക്കൂർ. ഓക്കെ, ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് നമുക്ക് തന്നിരിക്കുന്ന ടൈമിൻ്റെ T1 to T2 4 hours 7/2 hours ടൈമിൻ്റെ LCM ആയിരിക്കണം നിങ്ങൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് LCM ഓഫ് ദീസ് 2 വാല്യൂസ്, അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ മാത്രം എടുത്താൽ മതി. 4ഉം 7ഉം 28 കിലോമീറ്റർ ആണെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുവാണ് കേട്ടോ. ഡിസ്റ്റൻസ് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഓൾവേസ് നിങ്ങൾ തന്നിരിക്കുന്ന ടൈമിൻ്റെ LCM ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ S1 to S2 എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുവാണെങ്കിൽ 28 കിലോമീറ്റർ 4 hours കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 7 എന്ന് എഴുതാം. ഇവിടെയാണെങ്കിലോ 28 ഞാൻ ഒന്ന് ഇവിടോട്ട് കളിക്കുവാണ്. ഡിസ്റ്റൻസ് പോകാനായിട്ട് 7/2 hours വേണം. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് വിട്ടത് 8 km/h ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 8 km/h ആണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? സ്പീഡായിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈമും കിട്ടി സ്പീഡും കിട്ടി. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ടോട്ടലായിട്ട് 28 ഇവിടെ ഒന്ന് നോക്കുവാണെങ്കിൽ 28 കിലോമീറ്റർ ആണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുവാണ്, നമ്മൾ ട്രെയിനൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമൊക്കെ ഞാനൊന്ന് നോക്കുവാണ്. ഇവൻ 5 AM സ്റ്റാർട്ട് ചെയ്തത്, 9 AM ഇവിടെ എത്തുന്നത്. തിരിച്ചാണെങ്കിൽ 7 AM തിരിച്ചു വരുന്ന ആളെടുക്കുന്നത്. 7 AM തിരിച്ചു വരുന്ന ജേർണി. ഇവിടെ 10 AM 10:30 AM തിരിച്ചിങ്ങ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ജേർണി അങ്ങോട്ട് വരുന്ന ജേർണിയുടെ ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് രണ്ടുപേരും സെയിം ടൈം ആയിരുന്നെങ്കിൽ മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ ഈസി അല്ലയോ? അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? സെയിം ടൈമിലാക്കുക, അത്രയേ ഉള്ളൂ. 5 മണിക്ക് ഒരാൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 5 മണിക്ക് ഇറങ്ങിയ ആൾ 2 മണിക്കൂർ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു? ഇൻ 2 hour എത്രയാണ് സ്പീഡ്? 7 × 2 14 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരെ എത്ര കിലോമീറ്റർ ഇനി കവർ ചെയ്യാനുള്ളൂ? അഗെയിൻ ഒരു 40. മൊത്തത്തിൽ 28 ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. അതിൽ 14 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് വരുന്ന ആൾ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്നു. പിന്നെ 14 കിലോമീറ്ററേ ഉള്ളൂ. റിമൈനിങ് ഡിസ്റ്റൻസ് രണ്ടുപേരും എത്ര മണിക്ക് തന്നെയാണ് വരുന്നത്? 7 മണി അല്ലേ? ഇവിടെ 5, 6, 7 മണി. ഇവൻ 7 മണിക്ക്, അവൻ 7 മണിക്ക്. ഓക്കെ, അപ്പം മീറ്റിംഗ് ടൈം 14 റിലേറ്റീവ് സ്പീഡ് 7 + 8 15. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്, ഇൻറ്റു 60 എടുക്കാം. അപ്പോൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഇതുമായിട്ട് ചെയ്യുവാണെങ്കിൽ 4 ടൈംസ് 56 മിനിറ്റ്. 7 മണി കഴിഞ്ഞ് 56 മിനിറ്റിനാണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ സ്ഥിരം മെയിൻസിൻ്റെ കോറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കുറച്ച് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്താ വന്നത്, 7 മണി കഴിഞ്ഞ് 56 മിനിറ്റിൽ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ 7 മണി 56 AM അവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഒന്ന് നോക്കാം. 7:56 AM തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 trains starts same time from Delhi and Agra and proceed towards each other at the same rate of 40 km/h and towards each other at the rate of 40 km/h and 37 and 1/2 km/h. Okay, and 1/2 km/h. When they meet each other, it was found that one train traveled 200 more than the other train. What is the distance between Delhi and Agra? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം അതിൻ്റെ കാര്യം ഇതാണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എടുത്ത് പറയേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡൽഹി, ഇവിടെ ആഗ്ര. 2 trains are traveling in same time from Delhi and Agra and proceed towards each other. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ towards each other, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന ആളുടെ സ്പീഡ് 48 km/h ഇവിടെ നിന്ന് വരുന്ന ആളുടെ സ്പീഡ് 37 and 1/2 km/h. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവരിന്ന് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇവർ മീറ്റ് ചെയ്യുമല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, ഇവർ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനൊരു T hours ട്രാവൽ ചെയ്തു എന്ന് ഞാൻ എടുക്കുകയാണ്. ഇവനൊരു T hours ട്രാവൽ ചെയ്തു. ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവനും എത്ര അവേഴ്സ് ട്രാവൽ ചെയ്യും, T hours ട്രാവൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം, ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും T hours ആണ് ട്രാവൽ ചെയ്തേക്കുന്നത്. കൂടുതൽ ദൂരം കവർ ചെയ്ത് ആരായിരിക്കും, ഡൽഹിയിൽ നിന്ന് വന്ന ആളല്ലയോ, കാരണം അവൻ്റെ സ്പീഡ് കൂടുതലാണ്, മറ്റൊരു സ്പീഡ് കുറവാണ്. ഓക്കെ, അപ്പം ഇവൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് 200 കിലോമീറ്റേഴ്സ്. അതായത് ഒരാൾ മറ്റേയാളിനേക്കാൾ 200 കിലോമീറ്റർ കൂടുതൽ കവർ ചെയ്തു. അതായത് ഡിസ്റ്റൻസ് സ്പീഡ് ഇൻറ്റു ടൈം ടേക്കൺ, സ്പീഡ് 40 ആണ്, ടൈം ടേക്കൺ T ആണ്, മൈനസ് മറ്റേ ആളുടെ ആണെങ്കിൽ 37.5 ഇൻറ്റു T = 200. അപ്പോൾ 2.5 T = 200, T = 80 എന്ന് വരുന്നു. 200/25 ആണെങ്കിൽ 8 ആണ് വരുന്നത്. നമുക്ക് 2.5 ആയിട്ട് 80 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം 80 മണിക്കൂറാണ് എന്ത് ചെയ്തത്, ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്യാൻ മീറ്റ് ചെയ്യുന്നവരെ. എയിൽ നിന്ന് വരുന്ന ആൾ 80 മണിക്കൂർ, ഡിയിൽ നിന്ന് വരുന്ന ആൾ 80 മണിക്കൂർ. ഇവിടെ 80 എന്ന് കൊടുക്കാം, ഇവിടെ 80. പക്ഷേ ഇതൊക്കെയാണോ നമ്മുടെ ക്വസ്റ്റ്യൻ? അല്ല. വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൽഹി ടു ആഗ്ര. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവൻ ട്രാവൽ ചെയ്ത ദൂരം പ്ലസ് ഇവൻ ട്രാവൽ ചെയ്ത ദൂരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഡിസ്റ്റൻസ് ആവത്തില്ലേ. ഇവൻ ട്രാവൽ ചെയ്ത ദൂരം 40 ഇൻറ്റു T, ഇവർ ട്രാവൽ ചെയ്ത് 37.5 ഇൻറ്റു T. ഓക്കെ, അതായത് T ഇങ്ങ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 77.5 ഇൻറ്റു T, അതായത് 80 ഇൻറ്റു 77.5 which is equal to 8 ഇൻറ്റു 775. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 8 ഇൻറ്റു 5 40, 7 8 56, 4 56 60, പിന്നെ 7 8 56 60. ഓക്കെ, 6000 കിലോമീറ്ററാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവർ ട്രാവൽ ചെയ്തേക്കുന്നത്. ടോട്ടലായിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ട്രാവൽ ചെയ്തേക്കുന്നത്. അതാണ് ഡൽഹി ടു ആഗ്ര വരെയുള്ള എന്തെന്ന് പറയുന്നത്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ ഒരുപാട് വട്ടം ചോദിച്ച് ഇനിയും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ട്രെയിനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The total time taken by a train to cross a standing person and a platform of length 400 meters is 56 seconds and the speed of the train is 25 meters per second.
Find the time taken by the train to cross an electric pole if it decreases its speed by 20%. Okay. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ ടു ക്രോസ് എ സ്റ്റാൻഡിങ് മാൻ. ഒരു സ്റ്റാൻഡിങ് മാനിനെ ക്രോസ് ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ 400 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാനും കൂടി മുഴുവനായിട്ട് 56 സെക്കൻഡ്സ് ആണ് വേണ്ടത്. സ്പീഡ് ഓഫ് ദ ട്രെയിൻ 25 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടൈം ടേക്കൺ ടു ക്രോസ് എ മാൻ ആൻഡ് പ്ലാറ്റ്ഫോം അതെന്ന് പറയുന്നത് 56 സെക്കൻഡ് ആണ്. അപ്പം മാനിനെ ക്രോസ് ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതേ ഡിവൈഡ് ബൈ ട്രെയിനിൻ്റെ സ്പീഡാണ് അവിടുത്തെ സമയം. പ്ലസ് പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യുമ്പോഴും ട്രെയിനിൻ്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് ആ ഒരു ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതാം. 2l + 400 ഡിവൈഡ് ബൈ 25 = 56 എന്ന് കൊടുക്കാം. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. ഈ 25 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്, = 2l + 400 ആണ്. ഒരു നമ്പറിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിനോട് കൂടി 2 0 ഇട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 ടൈംസ് 60 4 ടൈംസ് 2 0. ഓക്കെ, ഇപ്പം 1400 = 2l + 400. ദെൻ 2l = 1000 എന്ന് വരുന്നു. l = എത്ര എന്ന് വരുന്നു, 500 മീറ്റേഴ്സ് ആണ്. നമ്മുടെ ആരുടെ ലെങ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, find the time taken by the train to cross an electric pole if it decreases its speed by 20%. Okay. ഒരു ഇലക്ട്രിക് പോളിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് പോളിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻറ്റു ഡിക്രീസസ് ഹിസ് സ്പീഡ് ബൈ 80%, 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 80/100. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു 1/4 ഇതുമായിട്ട് കട്ട് ചെയ്യുന്നു 20. ദെൻ ഇതുമായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം, 25 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റി. 80% സ്പീഡ്, അതായത് 20% സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 4/5 എന്നൊക്കെ ഇടാം, ഒരു പ്രശ്നമില്ല. 4/5 ഇട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടത്തിന് ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ 80/100 ഇട്ട് ചെയ്ത് കാണിച്ചതാണ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, ദെൻ നമ്മുടെ ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 25 സെക്കൻഡ്സ്, ഓപ്ഷൻ ഡി ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതും മറ്റൊരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the ratio of length of train A to train B is 2:1 and the train A crosses 200 meter long platform in 36 seconds. Train B crosses a electric pole in 18 seconds. If the train A crosses a man standing in the platform is 18 seconds, then what is the speed of B? Okay, അപ്പോൾ B യുടെ സ്പീഡ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the ratio of length of A is to B. അപ്പോൾ എയുടെയും ബിയുടെയും ലെങ്ത്തിൻ്റെ റേഷ്യോ, ലെങ്ത് ഓഫ് എ ലെങ്ത് ഓഫ് ബി 2:1 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദ ട്രെയിൻ എ ക്രോസസ് എ 200 മീറ്റർ ലെങ്ത് പ്ലാറ്റ്ഫോം ഇൻ 30 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ എ ഒരു 200 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 36 സെക്കൻഡ്സ് ആണ്. ദ ട്രെയിൻ ബി ക്രോസസ് the electric pole in 18 seconds. B ആണെങ്കിൽ ഒരു ഇലക്ട്രിക് പോളിനെ 18 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യുന്നു. ഓൾസോ the train A crosses a man standing in the platform in 18 seconds. ഓക്കെ, അപ്പോൾ രണ്ട് ഡേറ്റ എനെ കവർ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ലെങ്ത് ഞാൻ 2x എന്ന് എടുക്കുന്നു. ആ 2x ലെങ്ത് വെച്ച് 200 മീറ്റർ ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ക്രോസ് ചെയ്യാൻ 36 സെക്കൻഡ് വേണം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടുന്ന് ട്രെയിൻ എയുടെ സ്പീഡ് കണ്ടുപിടിച്ചുകൂടെയോ? ആ സ്പീഡ് തന്നെയായിരിക്കും ആ ട്രെയിൻ എ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ ക്രോസ് ചെയ്യുമ്പോൾ, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിനെ ക്രോസ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഡിവൈഡ് ബൈ time taken to cross that person. Okay, then ഇതും കട്ട് ചെയ്യുന്ന 2 times. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ 2x + 200 = 4x എന്ന് വരുന്നു. 2x = 200 എന്ന് വരുന്നു. x = 100. ഓക്കെ, ദെൻ നമുക്ക് മനസ്സിലായി ലെങ്ത് ഓഫ് എ 200 ആണെന്നും ലെങ്ത് ഓഫ് ബി എന്താണെന്നും മനസ്സിലായി 100 ആണെന്നും. എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ദെൻ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ബി എന്നാണ് ചോദിച്ചേക്കുന്നത്. ബിയുടെ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ട്രെയിൻ ബി ക്രോസസ് എ ഇലക്ട്രിക് പോൾ ഇൻ 18 സെക്കൻഡ്. ഓക്കെ, അപ്പം ബി സ്പീഡ് ഓഫ് ബി
speed of B is equal to distance divided by time taken to cross that electric pole. അതായത് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സ്വന്തം ട്രെയിനിൻ്റെ ലെങ്ത് ഡിവൈഡ് ബൈ 18. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് ആൻസർ വരുന്നത്. കാരണം 100 മീറ്ററും 18 സെക്കൻഡ്സും ആണ്. അപ്പോൾ ഞാൻ അതിനെ കിലോമീറ്റർ പെർ അവറിലെ ആക്കാനായിട്ട് ഇൻറ്റു 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ നമുക്ക് ആൻസർ എന്താ വന്നേക്കുന്നത്? 20 കിലോമീറ്റർ പെർ അവർ ആണ്. നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, 20 കിലോമീറ്റർ പെർ അവർ നൺ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഒരു റേഷ്യോ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ആദ്യം ലെങ്ത് ഓഫ് എ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ബി കണ്ടുപിടിച്ചു, ദെൻ ബിയുടെ സ്പീഡ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നോർമലി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും സഹായമൊന്നും ഇല്ലാതെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. A train travels at a speed of 66 km per hour and holds at 5 junctions for a certain time. It covers a distance of 1485 km in one day. For how long in minutes does the train stop at each junction if it holds for the same period at the time at all the junction? ഓക്കെ, അപ്പോൾ ഒരു ട്രെയിൻ 66 കിലോമീറ്റർ പെർ അവർ ആണ് അതിൻ്റെ സ്പീഡ്. അത് എന്ത് ചെയ്തു? കുറച്ച് ജംഗ്ഷൻസിലായിട്ട് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തിരുന്നു. അങ്ങനെ ആണെങ്കിൽ എല്ലാ ജംഗ്ഷൻസിലും ഒരേ സമയമാണ് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. പുള്ളി അല്ല, ട്രെയിൻ ഒരു ദിവസം കൊണ്ട് 1485 കിലോമീറ്റർ ആണ് കവർ ചെയ്തത്. അങ്ങനെ ആണെങ്കിൽ എത്ര For how long does the train stop at each junction if the holds for the same period of the time at all the junction? ഓക്കെ, അപ്പോൾ എത്ര നേരമാണ് മിനിറ്റിലാണ് കണ്ടുപിടിക്കാനുള്ള സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡും ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ടൈം ടേക്കൺ നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, 1485/66. അപ്പം 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം ഓൾട്ടർനേറ്റീവ് നമ്പേഴ്സ് 1 + 8 9, 5 + 4 9, മൈനസ് ചെയ്തത് 0. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ടൈംസ് 11 വെച്ച് 1 ടൈംസ് 3 ടൈംസ് 38, 3 ടൈംസ് 5. ഓക്കെ, 5 ടൈംസ്. ഓക്കെ, ദെൻ നമുക്ക് 6 വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ 1 2 ടൈംസ്, 15 അഗെയിൻ 2 ടൈംസ് 0.5. ഓക്കെ, 22.5 അവേഴ്സ് മതി ഈ ഒരു ട്രെയിൻ എന്ത് ചെയ്യാനായിട്ട് 1485 കിലോമീറ്റർ കവർ ചെയ്യാൻ. പക്ഷേ എത്ര സമയം കൊണ്ടാണ് കവർ ചെയ്തേക്കുന്നത്? 24 അവേഴ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ട്രെയിൻ കവർ ചെയ്തേക്കുന്നത് 1 ഡേ കൊണ്ടാണ്. 1 ഡേ എന്ന് പറയുമ്പോൾ 24 അവേഴ്സ്. അതായത് നോക്കുവാണെങ്കിൽ 24 അവേഴ്സ് മൈനസ് 22.5 അവേഴ്സ് എന്ന് വെച്ചാൽ 1.5 അവേഴ്സ് എക്സ്ട്രാ യൂസ് ചെയ്തിരിക്കുന്നു അല്ലേ. 1.5 അവേഴ്സാണ് എക്സ്ട്രാ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്തിനായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്? 1.5 അവേഴ്സ് കുറച്ച് ഹാർട്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുമായിരുന്നു അല്ലേ. കുറച്ച് ഹാർട്സ് എന്തുവാണ്? ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 66 കിലോമീറ്റർ പെർ അവർ ആൻഡ് ഹാൾട്ട്സ് അറ്റ് 5 ജംഗ്ഷൻസിൽ ഹാൾട്ട്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? കുറച്ച് ഷോർട്ടൻ ടൈംസ് നിർത്തിയിട്ടിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 1.5 അവേഴ്സ് അല്ലെങ്കിൽ 1 മണിക്കൂറാകുമ്പോൾ 60 മിനിറ്റ്, അരമണിക്കൂറാകുമ്പോൾ 30 മിനിറ്റ് അല്ലേ. അപ്പം നമുക്ക് മൊത്തത്തിൽ 90 മിനിറ്റ് ആണ് നിർത്തിയിട്ടിരുന്നത്. അപ്പം 5 ഇടമല്ലേ ഉണ്ടായിരുന്നത്? 5 ഇടത്താണ് 5 ജംഗ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം 90/5 18 മിനിറ്റ്സ് ആണ് ഓരോ ജംഗ്ഷനിലും എന്ത് ചെയ്തിരുന്നത്? സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ 80 മിനിറ്റ്സ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായി കാണും. ഇതാണ് പോയിന്റ്. 1 ഡേയിലാണ് അത് ട്രാവൽ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ടൈം ഡിഫറൻസ് വന്ന് എത്ര ജംഗ്ഷനിൽ സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്നു എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഫൈൻ. ദെൻ നമ്മുടെ ആൻസർ ഒന്ന് നോക്കാം. 18 മിനിറ്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മുടെ ആ ഒരു
ട്രെയിൻസ്, ബോട്ട് ആൻഡ് സ്ട്രീംസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, 3 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ചാപ്റ്റർ പഠിക്കേണ്ട ചാപ്റ്റർ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ബോട്ടിൻ്റെയും ട്രെയിനിൻ്റെയും ബേസ് നിങ്ങൾ സെറ്റ് ആവും. ഓക്കെ, അതിനുശേഷം ടൈം ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചതിന് ശേഷം അവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളങ്ങ് സെറ്റ് ആവും. അതിനുശേഷമാണ് നിങ്ങൾ ട്രെയിനും ബോട്ടും ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ട്രെയിനും ബോട്ടിലൊക്കെ നമ്മൾ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പാറ്റേൺസ് ഒന്ന് ഞാൻ ഒത്തിരി അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാര്യം ഞാൻ ആ ഒരു ക്ലാസ്സിൽ തന്നെ ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്താണ് ക്ലാസ് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ഇവിടെ ട്രെയിനിലും ബോട്ടിലും ടൈം ആൻഡ് ഡിസ്റ്റൻസിലും അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറേ അധികം കൺസെപ്റ്റ് ക്ലിയർ ആക്കി വയ്ക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ താങ്ക് യു ഓൾ.